ഇതാണ്ട നാഗച്ചെമ്പകം. അപ്പൊ നാഗച്ചെമ്പകം എന്നുള്ള പേര് വരാൻ കാര്യം കണ്ട, ഈ ഇത് കണ്ട പാമ്പിന്റെ തല പോലെയുള്ള ഇരിക്കണത്, നാഗത്തിന്റെ ഒക്കെ തല പോലെയാണ് ഈ ഇലയുടെ അറ്റിരിക്കണത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നാഗച്ചെമ്പകം എന്നുള്ള പേരുള്ളത്. പിന്നെ ചെമ്പകത്തിനോട് സാദൃശ്യമുള്ള പൂക്കളാണ് ഇതിന്റെ കണ്ട. അപ്പൊ ഈ പൂവിന് മണം ഉണ്ടാവൂല, ചെമ്പകത്തിന് നല്ല മണം ഉണ്ടാവും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ നല്ല ഹൈറ്റിൽ വളരണം കേട്ടോ, എപ്പോഴും പൂവായിരിക്കുള്ളൂ. നമുക്ക് പൂവുള്ള ചെടികളൊക്കെ നടുമ്പോ വെച്ചാൽ എപ്പോഴും പൂവ് ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മുടെ മതിലിന്റെ അരികില് ഒക്കെ നടാൻ പറ്റിയ ഒരു പൂവാണ്. കാണാൻ നല്ല വൈറ്റ് കളറിൽ നിറച്ച് കൊല കുത്തിയുള്ള പൂക്കളാണ് ഉണ്ടാവുന്നത്. ഏത് സീസണിലും ഉണ്ടാവും ഇതിന്റെ പൂക്കൾ കണ്ട. ഇതിന്റെ ഈ കണ്ടെങ്കിൽ തണ്ട് പോലെ വന്നിട്ട് ഇലകൾ കണ്ടില്ലേ, നല്ല ഭംഗിയാണ്. കൂട്ടം കൂടിയാണ് ഇതിന്റെ ഇലകളൊക്കെ നിക്കണ കണ്ട. അപ്പൊ നല്ലൊരു അലങ്കാര ചെടിയായിട്ട് നമുക്ക് വെക്കാൻ പറ്റിയൊരു ഈ ചെടി തന്നെയാണ് ഇത്. നമുക്ക് എപ്പോഴും പൂവുണ്ടാവുമല്ലോ, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇതിന്റെ മൊട്ടുകളൊക്കെയാണ് ഈ കാണാണ്ട, ഇഷ്ടം പോലെ മൊട്ടുകൾ കണ്ട. അതിപ്പോ ഒരു പൂ വിരിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത മൊട്ടുകൾ ഇങ്ങനെ വിരിഞ്ഞുകൊണ്ടിരിക്കും കണ്ട. അപ്പൊ നമുക്ക് നഴ്സറികളിൽ നിന്നൊക്കെ ഇതിന്റെ തൈകൾ മേടിക്കാൻ കിട്ടും. വലിയ മരമായിട്ട് ഇങ്ങനെ വലിപ്പത്തിൽ വളരും. നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറ്റിച്ചെടിയായിട്ട് വളർത്താൻ പറ്റിയതാണ്. അപ്പൊ അധികം ഉയരം വെച്ച് പോകൂല, നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ നട്ട് വളർത്താൻ പറ്റും. അപ്പൊ ഇതിന്റെ കമ്പ് മുറിച്ച് നടലാണിട്ടാ നമ്മ ഇതിന്റെ കട്ടിങ്സ് നമ്മൾ നട്ടുകൊടുത്താൽ മതി. ഇപ്പൊ ഈ മഴയത്തൊക്കെ നടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പിടിച്ചിട്ടണ ചെടിയാണ്. നമുക്ക് വീടിന്റെ ഫ്രണ്ടിലും അതേപോലെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലെ മതിലിന്റെ സൈഡിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു ചെടിയാണിത്. അപ്പൊ എല്ലാവർക്കും നഴ്സറികളിൽ നിന്നൊക്കെ നമുക്ക് ഇതിന്റെ തൈകളൊക്കെ മേടിക്കാൻ കിട്ടും. നമുക്ക് വലിയൊരു പരിചരണം വേണ്ട. പൂച്ചെടികൾ എന്ന് പറഞ്ഞാൽ മിക്കതിന് ഇപ്പൊ റോസും മറ്റുള്ള ചെടികളൊക്കെ ആകുമ്പോൾ നമ്മൾ എപ്പോഴും പരിചരിച്ചുകൊണ്ടിരിക്കണം. ഇത് ഒരു പ്രാവശ്യം നട്ടാൽ നമുക്ക് പരിചരണമേ കൊടുക്കണ്ട. വേനൽക്കാലത്തും നനക്കട പോലും ഇല്ല, നനക്കാറ് പോലും ഇല്ല ഇവിടെ. ഇത് നട്ടപ്പം തുടങ്ങി ഫ്ലവർ ഉണ്ടായിക്കൊണ്ടിരിക്കണതാണ് കണ്ട. ഇപ്പൊ നല്ല കമ്പുകളൊക്കെ വന്നിട്ട് നമ്മിങ്ങനെ വെട്ടിയൊക്കെ ഇങ്ങനെ കളയും. വീണ്ടും ഇഷ്ടംപോലെ ശാഖകൾ വന്നിട്ട് എപ്പോഴും ഇതുമേല് ഫ്ലവർ ആയിരിക്കുള്ളൂ. അപ്പൊ നിങ്ങക്ക് ഇതിന്റെ തൈകളാ കമ്പുകളാ ഒക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പൊ എല്ലാവരും ഈ ചെടിയൊക്കെ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചോ. വെള്ളപ്പൂന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഭംഗിയാണല്ലോ. ഈ വൈറ്റ് പൂക്കളോട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിറച്ചിങ്ങനെ എപ്പോഴും പൂവുണ്ടായിരിക്കുമ്പോൾ ഈ പച്ച ഇലയുടെ മുകളിൽ ഈ വൈറ്റ് കൊലകുത്തി ഉണ്ടായിരിക്കുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പം എല്ലാവരും ഈ ചെടിയൊക്കെ വീട്ടിൽ നട്ടു പിടിപ്പിക്കുക. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.